الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ വിശ്വാസിനിമാരെ സഹോദര സഹോദരിമാരെ അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശന ജീവനത്തിലെ എല്ലാ സന്ദർഭത്തിലും സൂക്ഷിച്ചിട്ട് ഇനി ലഭിക്കപ്പെടുന്നതായി കുറഞ്ഞ ആയുസ്സരെ ഏറ്റവും നല്ല തഖ്വത്തൊട്ടിಗೆ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടു ജീവിക്കണോ ചെന്ത് ಸ್ವಂತ ನಫ್ಸರೆ ಮರಕಾಂಟು ಉಡಕೂಡಿಯದಾಯಿ ಓರು ವಿಶ್ವಾಸಿನಿಮಾರೊಟ್ಟಿಗೆ ನಾನು ವಸಿಯತ್ತಾಕಿ ಉಂಟುಳ್ಳೆ ಉಪದೇಶ ಹಾಕಿ ಉಂಟುಳ್ಳೆ അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് ജീവിക്കുകയും മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടി മരിക്കുകയും നാളെ പരലോകത്ത് ഉണ്ട് ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒട്ടിಗೆ ಸೇರಗೊಳ್ಳದಾയ മഹാസൗഭാഗ്യ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ശക്തമായ ചൂടു അനുഭവിച്ചുകൊണ്ടുള്ള
ജാവൂ കിടന്നുറങ്ങൂ, സുബൈക്ക് അധ്വാനിക്കൂ, വല്ലാത്ത പ്രയാസ അനുഭവിച്ചുകൊണ്ടുള്ള അള്ളാഹുവരെ അപാരമായിട്ടുള്ള ഒരു മല, കാരുണ്യത്തൊരു കടലായിട്ടുള്ളേ, അനുഗ്രഹമായിട്ടുള്ളേ ഒരു മല വന്ന് തിന്നെങ്കിൽ നല്ലായനെ ചന്ത് ലോകത്തുള്ള മുഴുവൻ ആൾമാരും ആഗ്രഹിച്ചുകൊണ്ടുള്ളതായ സമയമായി തിക്കർ കുടിக்கிறതായ തന്നിക്ക് പരതാടിയോണ്ടുള്ളതായ ഈ സന്ദർഭത്തിൽ വിശ്വാസിമാരായ ആൾമാർക്ക് ഒരുപാട് ചിന്തിക്കുകൊണ്ട് ലോകത്തുള്ള ഒരു സയൻറ്റിസ്റ്റും അല്ലാഹു സുബ്ഹാനഹു തആല തടഞ്ഞു വെച്ചതായ ഏതൊരു വസ്തുതയും നൽകുക സാധ്യമല്ല. തന്നെ ചെല്ലതായ അപാരമായിട്ടുള്ള ഒരു അനുഗ്രഹം, മല ചെല്ലതായി അപാരമായിട്ടുള്ള ഒരു അനുഗ്രഹം, അത് ഇല്ലാണ്ടായെങ്കിൽ, ഒന്നും ലേറ്റായിട്ടായെങ്കിൽ അതിനെ ഉണ്ടാക്കിയെടുക്കുക, കൊമ്പറകൂ, നൽകൂ. ഇവിടുത്തെ ആർക്കും ഒരു ഭരണാധികാരികാവട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂത്രവാക്യ കണ്ടുപിടിച്ചതായ ഫോർമുല കണ്ടുപിടിച്ചതായ ഏതെങ്കിലും കെമിസ്ട്രിക്കാരനാവട്ട് അവനക്ക് സാധ്യമല്ല. H2O 2 ഹൈഡ്രോജനും ഒരു ഓക്സിജനും വെച്ചിട്ട് തണ്ണീരെ സൂത്രവാക്യ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അത് വെച്ചിട്ട് ഒരു 5 ലിറ്റർ തണ്ണി ഉണ്ടാക്കുക. ഒരു നേരത്തെ ഒരു ഔത്തുറെ ഒരു നാളത്തെ തണ്ണി ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ കൊണ്ടൊത്തു സാധ്യമില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല തൻ്റെതായി അവൻ്റെ അപാരമായിട്ടുള്ള അനുഗ്രഹത്തിക്ക് മല ചെല്ല, അത് ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല വിട്ടുകൊടുത്തിട്ടില്ല. അല്ലാഹുവിനെ ഗൈബിയായിട്ടുള്ള കാര്യങ്ങളായി തിക്കറ് വിശുദ്ധ ഖുർആൻ 5 കാര്യത്തെ സംബന്ധിച്ചിട്ട് വളരെ ക്ലിയറായിട്ട് അല്ലാഹു പടിപാട്ടിത്തണ്ട്. അതിൽ ആർക്കും ഒരു റോളില്ല. ഒരു മഹാന്മാർക്കാവട്ടെ, മരിച്ചു പോയതായ ആർക്കുമാവട്ടെ ഇതിലെ കൊമ്പറകു സാധ്യല്ല. അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ടിത്തണ്ട്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ടി തന്നത് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അന്ത്യദിന ഇൽമുസ്സാഅ. അത് എപ്പ സംഭവിക്കറ് ചെല്ലതായി വിവര അത് അള്ളാഹുരെ മുട്ട ഉള്ളതായിട്ടിക്കറ്, അള്ളാഹുകായിട്ടിക്കറ് അതിന് വിവരമുള്ള ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. ഏത് സമയത്തായിട്ടിക്കറ് അന്ത്യദിന സംഭവിക്കരെ ചെന്ന് ആർക്കും അല്ലാഹു സുബ്ഹാനഹു തആല വിട്ടുകൊടുത്തിട്ടില്ല. വയുനസ്സിലുൽ ഗൈസ, രണ്ടാമതായിട്ട് അല്ലാഹു പടിപാട്ടിത്തണ്ട്. വയുനസ്സിലുൽ ഗൈസ, മല അതിരെ ബർബാട്ടുറവണു ഇറക്കുറവണു അത് അല്ലാഹു ആയിത്തിക്കറ. ഏത് ജാഗക്ക് എത്ര മല പെയ്യണോ ചെന്ന് കൊമ്പ ഉണ്ടവനും തീരുമാനിக்கிறവനും കാർമേഘത്തെ വലിച്ചു കൊമ്പ ഉണ്ടവനും എല്ലാം അല്ലാഹുരെ നിശ്ചയ പ്രകാരായി തിക്കറ്, അവൻ്റെ കണക്ക് പ്രകാരായി തിക്കറ് നടന്നോണ്ടുള്ളേ. അത് ആർക്കും റോയില്ല. മലയില്ലാത്ത സന്ദർഭത്തിൽ മല ബർബാട്ടകൂ ആർക്കും സാധ്യല്ല, ഒരു മഹാനുക്കും സാധ്യല്ല. പലപ്പോഴും തന്നെ കേട്ടെത്തിക്കുവാർ ഇന്നേ ഔലിയാക്കന്മാരൊട്ട് പോയിട്ട് പരാതിപ്പെട്ടിട്ട് അങ്ങ് മല പോറുണ്ട്. ഇല്ല, ഒർക്കത്തുക്കും സാധ്യല്ല. അല്ലാഹു കൃത്യമായിട്ട് പടിപാട്ടി തന്നതായി തിക്കറ്. ഇത് അല്ലാഹുരെ ഗൈബിയായ അദൃശ്യമായ കഴിവിൽപ്പെട്ടതായി തിക്കറ് മല ബർബാട്ടത്. അതേപോലെ വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിലുള്ളതായ ശിശു കിടാവു അത് എങ്ങനെ ബലിയാവണു, അത് ആരായി തിക്കണു, ആണായി തിക്കണ പെണ്ണായി തിക്കണ, ഇതെല്ലാം കൃത്യമായിട്ട് അറിയണു. അത് അല്ലാഹുവായി തിക്കറാണ്.
വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നാലാമത്തെ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് മാത്ര പ്രത്യേകത ഉള്ളതായ വിവരായിത്തിക്കുന്നത് വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ ഒരു നഫ്സ് എന്ത് ആക്രമിച്ചെന്ന് അതൊരു വിവരമുള്ളവനോ അത് അല്ലാഹുവായി തിക്ര. ഒരാൾക്കും ഒരു നഫ്സുക്കും പിടിയില്ല. വമാ തദ്രി ബിഅയ്യി അർളിൻ തമൂത്. അഞ്ചാമത്തെ കാര്യ അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ടി തണ്ട്. വമാ തദ്രി ബിഅയ്യി അർളിൻ തമൂത്. ഏത് ജാഗയിൽ വെച്ചിട്ട് ഒരാളും മരണപ്പെടാറ് ചെന്ന് ഒരാൾക്കും അതിലെ സൂചനയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തൻ്റെതായ അപാരമായിട്ടുള്ള ഒരു അനുഗ്രഹമായി തിക്കറ്. അതിൻ്റെ തേടിയോണ്ടുള്ള ഒരു മല വന്ന് തിന്നെങ്കിൽ ഈ ഒരു ചൂടുകു ഒരു ശമന കിട്ടാത്ത തെന്ത് മനുഷ്യന്മാരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടുള്ളാറ്. പാവപ്പെട്ടതായ ആൽമാർക്ക് ജാവ് കിടന്നുറങ്ങുക സാധ്യയില്ല. ഉണ്ട് തണുപ്പിക്കുക എന്തെല്ലാം മാർഗമുണ്ട് ചെന്ന് ആലോചിച്ചോണ്ടുള്ളാറ്. അല്ലെ നിസ്കരിക്കുക പോലും പള്ളിക്ക് പറമ്പത്ത് പോലും പള്ളിയിൽ പോലും ഫാന് ഞങ്ങൾക്ക് മയ്യാവില്ല. AC വേണു. അല്ലെ ഞങ്ങൾക്ക് ചൂടുറെ തടുക്കുള്ളതായ ഒരു ശക്തി ഞങ്ങൾക്ക് ഇല്ലാതായി പോയിട്ടുണ്ടോ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല തന്നിര വിഷയത്തിൽ പടിപാട്ടി തണ്ട്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. തന്നെങ്ങാനും ഉണ്ട് ഞങ്ങൾക്ക് വന്നോണ്ടുണ്ടോ. അല്ലെ ഞങ്ങൾക്ക് കോർപ്പറേഷന് തന്നി സൗകര്യല്ലാക്കി തന്നോണ്ടുണ്ടു. കിണറുണ്ടു, മോട്ടറുണ്ടു. അല്ലെ ബോറടിച്ചിരുന്നങ്ങ എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളൊട്ടിക്കൊരു ക്വസ്റ്റ്യൻ കേക്കറ്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ. ആ തന്നിയെല്ലാം ബത്തി പോയെങ്കിൽ ഇല്ലാണ്ടായി പോയെങ്കിൽ എല്ലാം സ്റ്റോപ്പായെങ്കിൽ നിങ്ങൾക്ക് നല്ല തെളിഞ്ഞതായ കുടിക്കു യോഗ്യമായിട്ടുള്ള തന്നിരെ ആറ് നിങ്ങൾക്ക് കൊമ്മണ്ടാറ് ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളൊട്ടിಗೆ നെൻപാക്കുക ഓർമാക്കുക പടിപാട്ടി തണ്ട്. അല്ലെ അതായി തിക്കറിണ്ട് കണ്ടോണ്ടുള്ളത് അനുഭവിച്ചോണ്ടുള്ളത്. തന്നെയും അതുപോലെ ശക്തമായിട്ടുള്ള ചൂടു മനസ്സിലാക്കണോ. ഈ ചൂടുള്ള ബർമ്പത്തുക്കു ഞങ്ങൾക്ക് നെൻപാവേണ്ടത് അതാ നാളെ മഹ്ശറ ലോക ബറകൊണ്ടു ഇതിനെക്കാട്ടി കഠിനമായിട്ടുള്ള ചൂടു ഉണ്ട്. 150 മില്യൺ കിലോമീറ്റർ ദൂരമുള്ളതായി സൂര്യരെ ചൂട് താങ്ങാകൂ ഞങ്ങൾക്ക് സാധ്യവില്ല. ചൂട് താങ്ങക മാത്രല്ല ഏതെങ്കിലും തണല്ല മുട്ട പോയിട്ട് നിന്നെങ്കിലും ആ ചൂടറെ ഘാട്ട് ഔത്തുൾഗതെച്ചെങ്കിലും പോലും ഞങ്ങൾക്ക് തടുക്കുക സാധ്യവില്ല. എത്ര കിലോമീറ്റർ ആയിത്തേക്ക് 150 മില്യൺ കിലോമീറ്ററെ കാട്ടി ദൂരമുള്ളതായി ആ സൂര്യരെ ചൂടു ഒന്ന് നട്ടുച്ചക്ക് പോയിട്ട് 12 ഗಂಟೆ നേരത്ത് പോയിട്ട് നിൽക്കൂ ഞങ്ങളെ കൊണ്ടു സാധ്യവില്ല ഉണ്ടായെങ്കിൽ അതിനെ കാട്ടി ഭയാനകമായിട്ടുള്ള ഒരു ലോകവര കൊണ്ടു അതില് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നതായ വിശ്വാസി പരലോകമുണ്ടോ ചെന്ന് വിശ്വസിക്കുന്നതായ വിശ്വാസി മഹ്ശറ ലോകത്ത് നിൽക്കൊണ്ടു ചെന്ന് വിശ്വസിക്കുന്നതായ വിശ്വാസി ഇത് ആലോചിക്കുന്ന അവിടെ ഞങ്ങൾക്ക് എങ്ങനെ നിൽക്കു സാധ്യാവൂರು എന്തെങ്കിലും തണുപ്പിക്കുക ഞങ്ങളെ കൊണ്ടു സാധ്യാവൂറ അല്ലെ ഉണ്ട് ചൂട് പറമ്പത്തുക എന്തെങ്കിലും AC ഇട്ടത്ത് ഫാൻ ഇട്ടത്ത് ഓടെങ്കിലും പോയിട്ട് ദെക്ക പക്ഷേ തണുപ്പിക്കുക ഞങ്ങളെ കൊണ്ടു സാധ്യമില്ലാത്തമായ സാധ്യാവാത്തതായ ഒരു ലോകമുണ്ട് അതായി തിക്കറ് പരലോക കഠിനമായി തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ത് യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഖുറാതൻ ഖുർലാ നാളെ പരലോകത്ത് മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടുന്നത് മഹ്ശറ ലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നത് അതാ നഗ്നരായി താഴ്ത്തിക്കറ് കാലിൽ ചെറുപ്പുണ്ടാവല വസ്ത്രമുണ്ടാവല ആ നിലക്ക് മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടുന്നത് എങ്ങനത്തെ
ഒന്നാമത്തെ ഭയങ്കരമായ ശക്തിയുള്ളതായ ചൂടുള്ളതായ സൂര്യ അല്ലെ, 1 മൈല് മുട്ടായി തിക്കറ് സൂര്യ അടുത്തു വേണ്ടത് അത്രയും 150 മില്യൺ കിലോമീറ്റർ ദൂരമുള്ളതായ സൂര്യരെ ചൂടരെ താങ്ങൂ ഞങ്ങളെ കൊണ്ടു സാധ്യാവില്ല ഉണ്ടായെങ്കിൽ എങ്ങനെ 1 മൈല് മേലുള്ള തലര മേലുള്ള സൂര്യരെ ഞങ്ങൾക്ക് എങ്ങനെ താങ്ങൂ സാധ്യാവൂ അല്ലെ. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, അല്ലാഹുവിന്റെ മുട്ട അതാ എല്ലാവരും മഹ്ശറ ലോകത്ത് നിക്കൊണ്ട് ചെന്ന് വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പടിവാട്ടിത്തണ്ട്. അണ്ട് തണുപ്പിക്കുള്ള മാർഗ ഞങ്ങളൊട്ടിಗೆ ഉണ്ടാവണം. അണ്ട് തണുപ്പുള്ള മാർഗ ഏതെല്ലാം ഉണ്ടോ ചെന്ന് ഞങ്ങൾ നേടിയെടുക്കണോ, ദുനിയാവില് ഉണ്ടാക്കിയെടുക്കണോ. എങ്കിൽ ഞങ്ങൾക്ക് അവിടെ തണുപ്പുള്ളതായ സുഖ സൗകര്യങ്ങൾ ലഭിക്കും. ഞങ്ങൾ പല സന്ദർഭത്തിലും കേട്ടതായി തിക്കറ്, വിശ്വാസിമാർ പല സന്ദർഭത്തിലും ഖുതുബത്തിലുള്ള കേട്ടതായി തിക്കറ്, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. പല സന്ദർഭത്തിൽ കേട്ടതായി തിക്കറ് 7 വിഭാഗത്തിൽ പെട്ടതായ ആൽമാര്, ആ വിഭാഗത്തിൽ ഉൾപ്പെടകൂ. ഞങ്ങൾ ശ്രദ്ധിക്കണോ. നാളെ ഞങ്ങൾക്ക് രക്ഷപേരുണ്ടായെങ്കിൽ ഈ 7 വിഭാഗത്തിൽ 1 വിഭാഗത്തിലെങ്കിലും പെടകൂ ഞങ്ങൾ ശ്രദ്ധിക്കണോ അല്ലെ. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, ഒരു തണലും ഉണ്ടാവല്, ഒരു കൂലും ഉണ്ടാവലവിടെ. അങ്ങനത്തെ ഒരു ഭയാനകമായിട്ടുള്ളേ ആ ഒരു നാളിൽ തണലിട്ട് കൊടുക്കുന്നതായി കുറേ ആൽമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ചില ആൽമാർക്ക് തണലിട്ട് കൊടുക്കറാണ്. ആ തണൽ കിട്ടതായ ആൽമാർ ഞങ്ങായി തീരണം. ഇത് പല സന്ദർഭത്തിലും കേട്ടതായി തിക്കറ്, എത്ര ആവർത്തിച്ച് കേട്ടിട്ടായെങ്കിലും വിശ്വാസിമാർക്ക് അതിൽ ഗുണപാഠമുണ്ട്. വിശുദ്ധ ഖുർആൻ ചെന്നതുപോലെ വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, നിന്നെ ഉപദേശം ആക്കിക്കൊണ്ടിരിക്കണം. കേട്ടത് പല സന്ദർഭത്തിൽ കേട്ടിരിക്കുവായെങ്കിലും അതിൽ വല്ലാത്ത ഉപയോഗമുണ്ട്, ഉപകാരം ഉണ്ടാവൂ. അങ്ങനെ മനസ്സിൽ വല്ലാത്ത ബേജാറുണ്ടാവൂ, നൊമ്പലുണ്ടാവൂ, അങ്ങനെ മനസ്സിൽ ഖേദമുണ്ടാവൂ, പേടിയുണ്ടാവൂ. അതുകൊണ്ടായി തിക്കറ് അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നത് ഉപദേശാക്കിക്കൊണ്ടിരിക്കണോ. അതുകൊണ്ട് ഈ 7 വിഭാഗത്തിൽ 1 വിഭാഗത്തിലെങ്കിലും പെടകുണങ്ങൾ ശ്രദ്ധിക്കണോ. എന്തായി തിക്കറ്? ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവനു ഇമാമുൻ ആദിൽ, നല്ല നീതിമാനായിട്ടുള്ള ഭരണാധികാരി, നല്ല ഒരു അധികാരി, നല്ല ഒരു പ്രസിഡന്റ്, നല്ല ഒരു MLA, നല്ല ഒരു MP, നല്ല ഒരു പ്രധാനമന്ത്രി അല്ലെ. അങ്ങനെ നീതിമാനായിട്ടുള്ള ഒരു ഭരണാധികാരി വേണു. ആൽമാരൊട്ടിಗೆ നീതി പുലർത്തുന്നതായ ആൽമാർ അല്ലെ. അത് രാജകീയമായിട്ട് നല്ല രൂപത്തിൽ നീതി പുലർത്തുന്നതായി, വഞ്ചന കാട്ടിക്കാത്തതായി, ആൽമാർക്ക് ഉപകാരമുണ്ടാവുന്നതായി അല്ലെ, ചതിയന്മാരല്ലാത്ത നേറുപടിപാട്ടതായി ഒരു ഭരണാധികാരി വേണു അല്ലെ. ഡോങ്കിയാക്കുന്നതായ ആൽമാരൊട്ടിಗೆ വോട്ടെടുത്തു, ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു, വാഗ്ദാനങ്ങൾ കൊടുത്തു, വഞ്ചിക്കുന്നതായ ആൽമാർ ഉണ്ടാവുകത്തീരാ. പ്രോമിസ് കൊടുത്തു, വോട്ടെല്ലാം എടുത്തു അല്ലെ, വേറെ ഒരു പാർട്ടിക്ക് പോയിട്ട് ചേർന്നതായ ആൽമാർ, അത് ആൽമാരൊട്ടിಗೆ കാട്ടുന്നതായ വഞ്ചനായി തിക്കറ് അല്ലെ. ആൽമാരൊട്ടിಗೆ നക്ക് നിങ്ങൾ വോട്ടിട്ടുണ്ടായെങ്കിൽ, നണ്ട് ജയിപ്പിച്ചിട്ടായെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി തണ്ട ചമത്ത്, അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ നണ്ട കൊണ്ടെത്ത് നിങ്ങൾക്ക് ഉണ്ടാവൂ ചമത്ത് വോട്ടെടുത്ത് പോയതായി അല്ലെ. ഇമാമുൻ ആദിലല്ലാത്ത ആൽമാർ മനസ്സിലാക്കണം. ആൽമാരെ ചതിച്ചത്ത് ഏതെങ്കിലും പ്രസിഡന്റാ അല്ലെങ്കിൽ MP-യാ മെമ്പറാ ആയിട്ടിന്നെങ്കിൽ മനസ്സിലാക്കണം. ആൽമാരെ വഞ്ചനാക്കിത്ത് അവന് മരണപ്പെട്ടു പോയി തിന്നെങ്കിൽ മാമിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹു റഅയതൻ യൗമ യമൂതു വഹുവ ഗാസ്സുൻ, വഞ്ചനാക്കിത്ത് അവന് മരണപ്പെട്ടു പോണ്ടെങ്കിൽ മനസ്സിലാക്കണോ. ഇല്ല ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവനുക്ക് സ്വർഗ നിഷിദ്ധമായി തിക്കറ്. ഒരു വിശ്വാസിമാരെ സംബന്ധിച്ച് മനസ്സിലാക്കണം. വിശ്വാസിമാരെ സംബന്ധിച്ച്, അവിശ്വാസിമാരെ സംബന്ധിച്ചിട്ട് ചിലർ ആവശ്യകത ഇല്ല. വിശ്വാസിമാർക്ക് ഏതെല്ലാം
അധികാര കിട്ടറ്, ഭരണ കിട്ടറ്, ഏതെല്ലാം നേതൃത്വ സ്ഥാന കിട്ടറ്, അത് നല്ല പോലെ കൈകാര്യം ചെയ്യണം. ആൽമാരെ വഞ്ചനകാക്കിണ്ടായെങ്കിൽ നാളെ പരലോകത്ത് യാതൊന്നും ഉണ്ടാവല. സ്വർഗ നിഷിദ്ധമായി തിക്കറ്. അധികാര ചെല്ലത് എന്തുകായി തിക്കറ്? അധികാര ചെല്ലത് പണമുണ്ടാക്കുള്ളതല്ല, പൈസ ഉണ്ടാക്കുള്ളതല്ല. എങ്ങനെയെങ്കിലും സീറ്റുക്ക് പൈസ കൊടുത്തിട്ട് ഒരു സീറ്റ് ഉണ്ടാക്കാം, പിന്നെ നമുക്ക് അതിനെക്കാട്ടി ഇരട്ടി ഇരട്ടി ലാഭമുണ്ടാക്ക ചെല്ല ഉദ്ദേശത്തിൽ അധികാര ചലാവന ആക്കുകുത്തീര. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പടിപാട്ടിത്തണ്ട്, അസ്സിയാസതു അൽ ഖിയാമു അല ശൈഇ ബിമാ യുസ്ലിഹു. ആൽമാരെ നല്ലാക്കുകയായി തിക്കറ്. സിയാസത്തുള്ളത്, അധികാരമുള്ളത് ആൽമാർക്ക് നല്ല ഉപകാരം ഉണ്ടാവും. നല്ല രൂപത്തിൽ ഒരു ഭരണം ഉണ്ടാവണോ, അതുകയായി തിക്കണോ അധികാരി ഉണ്ടാവേണ്ടത്. അതല്ലാത്ത ആൽമാരിലെന്ത് ലൂട്ടിയാക്കുക, വഞ്ചനാക്കുള്ളതല്ല. ആൽമാരെ മുതലേ കവർന്നെടുക്കുള്ളതല്ല. എങ്ങനെയെങ്കിലും ആൽമാരെ കഷ്ടപ്പെടുത്തിയെങ്കിലും ഞങ്ങൾക്ക് വിജയിപ്പിക്കണോ, ഞങ്ങൾക്ക് നേടിയെടുക്കണോ ചെല്ല ഉദ്ദേശത്തിൽ വർക്കത്തുകും അധികാര മോഹ ഉണ്ടാവുകത്തീരാ. മനസ്സിലാക്കണോ? അപ്പൊ ഏതെങ്കിലും പാർട്ടിക്കാര് അവന്റെ ഭരണത്തിൽ നിന്നെങ്കിലും അവനക്ക് വിരുദ്ധമായിട്ടുള്ള ആൽമാർ അവന് ജയിച്ചു പോയിട്ടായെങ്കിൽ ഒരുപാട് പാർട്ടിക്കാരുണ്ടാവും അല്ലെ. എല്ലാ വിഭാഗത്തിൽപ്പെട്ടതായ ആൽമാരുണ്ടാവും. അവനക്ക് വോട്ടിട്ടതായ ആൽമാരുണ്ടാവും, വോട്ട് ഇടാത്ത ആൽമാരുണ്ടാവും. അങ്ങനൊട്ടിಗೆ എല്ലാരൊട്ടിಗೆ നല്ല രൂപത്തിൽ പെരുമാറുന്നത് അതവന്റെ ബാധ്യത്തിലായി തിക്കറ്. ഇവന് രണ്ട് പാർട്ടിയായി തിക്കറ്. നക്ക് വോട്ടിട്ടതായ ആൽമാർ ഓന് പ്രത്യേകമായിട്ടുള്ള പരിഗണന. ഓന് വോട്ടിടാത്തതിന്റെ വിരുദ്ധ പാർട്ടി ആയിത്തേക്ക് അങ്കൊന്നും ഇല്ല. അല്ലെങ്കിൽ ഓന്റെ പാർട്ടിക്കാർക്ക് എല്ലാ സവലത്ത് കൊടുക്കുന്നതായ ആൽമാർ ബാക്കിയുള്ള ആൽമാർക്ക് എന്തുമില്ല. ഉണ്ട് അങ്ങനെ കണ്ടുകൊണ്ടുണ്ട് ചില ജാഗയിൽ അല്ലെ. വോട്ടിടാത്ത ആൽമാർക്ക് ഏതെങ്കിലും ഒരു മെമ്പർ ഇന്നിട്ടായെങ്കിൽ, ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ചെറിയ മെമ്പർ അവന് വിജയിച്ച് തിന്നിട്ടായെങ്കിൽ, സ്വതന്ത്രനായിട്ട് വിജയിച്ച് തിന്നെങ്കിൽ അവനക്ക് യാതൊരു സഹായം കൊടുക്കാത്തതായ പഞ്ചായത്തുമുണ്ട്. മനസ്സിലാക്കണം അല്ലെ. അപ്പൊ അങ്ങനെയെല്ലാം ഒരു ഭരണത്തിൽ അധികാരിയായി വന്നിട്ടായെങ്കിൽ പിന്നെ എല്ലാ കാര്യവും അവന് ഏറ്റെടുക്കേണ്ടതുണ്ടോ. ചില ആൾമാർക്ക് മാത്രം, ചില ആളൊട്ടിക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള സ്നേഹപ്പാട്. ചില ആൾമാരെ എന്തെങ്കിലും ചെറിയ കുറ്റ എന്തെങ്കിലും ആരോപണാക്കി തിന്നെങ്കിൽ, എന്തെങ്കിലും തപ്പാക്കി തിന്നെങ്കിൽ ജയിലിൽ കൊണ്ടുപോയി ഇടരുത് അല്ലെ. നിസ്സാരമായ കാര്യത്തെ ബന്ധനസ്ഥനാക്കരുത്. ഇതെല്ലാം ഒരു വഞ്ചനാക്കൃതായ അധികാര ലക്ഷണായി തിക്കറ് അല്ലെ. ആർക്കും സ്വന്തം പാർട്ടിയിൽ എന്തെങ്കിലും തപ്പാക്കി തിന്നെങ്കിൽ അത്ര തപ്പായിട്ട് കാണണം. അപ്പായി തിക്കറ് ഏറ്റവും നല്ല സമുദായമായിട്ട് മാറരുത് അല്ലെ. രണ്ട് വിഭാഗത്തിൽപ്പെട്ടതായ ആൽമാർ തോന്നിവാസാക്കി തിന്നെങ്കിൽ, തപ്പാക്കി തിന്നെങ്കിൽ അതുകൊള്ള ശിക്ഷ അത് ഉണ്ടാവണോ. അത് യഥാർത്ഥ നല്ല ഒരു ഭരണാധികാരിയുടെ ലക്ഷണമായി തിക്കറ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ കേട്ടതായി തിക്കറ് അല്ലെ. ഖുറൈശി തറവാടിൽപ്പെട്ടതായ മഖ്സൂമിയ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് അല്ലെ, കട്ടപ്പ. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിക്ക് വന്നു റെക്കമെൻഡേഷൻ പോണ്ടതായി ആ അവസ്ഥ ഉണ്ടായിട്ട് അല്ലെ. ഒരു തറവാടിത്തത്തിൽപ്പെട്ടതായ ഒരു പെണ്ണ്, ആ പെണ്ണ് കട്ടപ്പ. അവിടുത്തെ ആൽമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിക്ക് ഈ വിഷയം ഒന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം അല്ലെ. അണ്ട് ഇസ്ലാമിക നിയമപ്രകാരം കട്ടൻട്ടായെങ്കിൽ കൈമുറിക്കണോ ചെന്തായിത്തിക്കറി. ഇത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണോ ചെന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിക്ക് 6 പൽക്ക പറയുവാറ് അല്ലെ. 6 പൽക്ക പറയുവാറ് ചെന്ത് ആലോചിക്കുമ്പോഴത്തേക്കു അങ്ങ് തീരുമാനിച്ചാറ് ഉസാമ റളിയല്ലാഹു അൻഹു ഇതിക്ക് യോജിച്ച വ്യക്തിയായി തിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടപ്പെട്ടതായ വ്യക്തിയായി തിക്കറ് ഉസാമ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉസാമ റളിയല്ലാഹു അൻഹു പോയി ചെൽദാറ് അതാ ഞങ്ങളെ ഈ എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിക്ക് ചെന്ത് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടി പൽക്കബർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുക തശ്ബഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്. അല്ലാഹുവേ ഈ നിയമത്തുക്ക് നീന് റെക്കമെൻഡേഷൻ ആക്കുക വന്നറമ്മ. അല്ലാഹുവേ വിധിയല്ലേ ഇത്. അതുക്ക് നീന് റെക്കമെൻഡേഷനുമായിട്ട് അതുക്ക് സപ്പോർട്ടായിട്ട് നീന് അതിന് എതിർക്കുക നീ വന്നറമാ ചെന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായിട്ട്
ഉസാമ റളിയല്ലാഹുവിനൊട്ടിಗೆ ചെല്ല്. നീ മനസ്സിലാക്കണം, ഒന്നത്തെ ആൽമാർ നശിച്ചു പോകില്ലേ. കാരണം എന്തേ ചെന്നെങ്കിൽ അങ്ങനെ സമുദായത്തിൽപ്പെട്ടതായ നല്ല നല്ല ഉന്നതന്മാരായിട്ടുള്ള ആൽമാർ എന്തെങ്കിലും തോന്നിവാസാക്കി തിന്നെങ്കിൽ അങ്ങനെ വെറുതെ വിടുറാറ്, അങ്ങനെ കട്ടുണ്ടായെങ്കിൽ അങ്ങനെ വെറുതെ വിടുറാറ് ഉണ്ട്. പലപ്പോഴും ഞങ്ങൾ കണ്ടതായി തിക്കറ് അധികാരി വർഗത്തിലുള്ള ആൽമാർ എത്രയോ കോടിക്കണക്കിൽ രൂപ ആൽമാരെ കൊള്ളയടിച്ചെങ്കിലും ಅದರ വിഷയത്തിൽ ഒരു കേസുമില്ല, ഒരു നടപടിയുമില്ല. എന്തെങ്കിലും ചെറിയ രൂപത്തിൽ എന്തെങ്കിലും ഡോങ്കിയാക്കി തിന്നെങ്കിൽ ലൂട്ടിയാക്കി തിന്നെങ്കിൽ അങ്ങനെ വേഗ പെട്ടെന്ന് കൊമ്പയത്ത് അങ്ങനെ ബന്ധനസ്ഥരാക്കുന്നത് റൈഡ് ആവുന്നതും എല്ലാം ഞങ്ങൾ കണ്ടതായി തിക്കറ്. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ തോന്നിവാസാക്കിയിട്ടായെങ്കിൽ അതിനെ എങ്കിലും ഒതുക്കുന്നതായ ആൾമാർ, സാധാരണ പാവപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗം ഒരു വ്യക്തി എന്തെങ്കിലും തപ്പാക്കി തിന്നെങ്കിൽ ഉടനെ നടപടിയെടുക്കുക സ്വീകരിക്കുന്നതായ ആൾമാർ. ഇത് പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങ നശിച്ചു പോയാറ്. അതുകൊണ്ട് അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുവോ വൈമുല്ലാഹ് ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഉതു യദഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി അല്ലാഹുവേ നിയമത്തരം ഒന്നള് എൻ്റെ മോളു എങ്ങാനും കട്ടു തിന്നെങ്കിൽ ഫാത്തിമ കട്ടുണ്ടായെങ്കിലും ലഖതഉതു യദഹാ അവളെ കൈ ഞാൻ മുറിക്കരേ. അതുകൊണ്ടൊത്തു വർക്കത്തും ഈ ഒരു നിയമത്തിക്ക് വിരുദ്ധമായിട്ട് സാക്ഷി നിൽക്കുക നീ വരണ്ട ചമത്ത്. ഉസാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രഖ്യാപന നടത്തറ്. അപ്പൊ ഏറ്റവും നല്ല നീതിമാനായിട്ടുള്ള ഭരണാധികാരിയാവണു. അത്തരത്തിലുള്ള ആൽമാർക്ക് ഏറ്റവും നീതി പുലർത്തുന്നതായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായ ആൽമാർ ഏതെല്ലാം ഉത്തരവാദിത്വം ഉണ്ടോ അത് ഔത്തുറേ അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടിയതിൽ നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വം ഏറ്റെടുത്തതായ ആൽമാരായി തിക്കറാറ്. അവിടെ ഔത്തുലു അവിടെ കച്ചവട സ്ഥാപനത്തില് പള്ളിയില് സ്ഥാപനത്തില് സ്കൂളില് ഏതെല്ലാം രൂപത്തില് അങ്ങനെ ഉത്തരവാദിത്വം ഉണ്ടോ അതെല്ലാം കൃത്യമായിട്ട് നിർവഹിക്കുന്നവനായിത്തിക്കണോ. നമുക്ക് കിട്ടിയതായ ഉത്തരവാദിത്വം ഈ രാജ്യത്തിലെ ഭരണത്തിലെ ഉത്തരവാദിത്വം കിട്ടേണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഔത്തുലാവട്ടെ ഏതിലെങ്കിലും ആവട്ടെ അവനക്ക് ഉത്തരവാദിത്വം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നീതിയോട് കൂടിത്ത് ജീവിക്കുന്നതായ ആൽമാർ അങ്ങനെ പ്രവർത്തിക്കുന്നതായ ആൽമാർക്ക് നാളെ അതാ പരലോകത്ത് തണലുണ്ടു. ശക്തമായ ചൂടുക്കുമ്പത്തുകു അല്ലാഹു സുബ്ഹാനഹു തആല അർശിലെ തണലിട്ട് കൊടുക്കുറാൻ. രണ്ടാമതായിട്ട് മനസ്സിലാക്കുള്ളത് അല്ലാഹുവിന്റെ ഇബാദത്തിൽ ബലിയായിട്ടുള്ള വളർന്നിട്ടുള്ളതായ ഒരു ഷാബു യുവാവു ബാലക്കാരന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന ഉണ്ടു അല്ലെ. ബാലക്കാരാക്കുന്നതായ പ്രവർത്തന ഇബാദത്ത് അത് മൂല്യമുണ്ട്. ബൈസ്റെ ആൽമാരാക്കുന്നതിനെ കാട്ടി ആ യുവത്വ സന്ദർഭത്തിലാക്കുന്നതായ ഇബാദത്ത് അതിന് ബലമുണ്ട് മൂല്യമുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ ഇബാദത്താക്കിയിട്ട് വളർന്നതായ ഒരു യുവാവു അല്ലെ എല്ലാ സന്ദർഭത്തിലും ജമാഅത്ത് നിസ്കാരത്തിന് ബണ്ടതായ ആൽമാരായി തീരണു അല്ലെ. റമളാന് കഴിഞ്ഞിട്ട് ഇനി റമളാന് കഴിഞ്ഞതോട് കൂടിയിട്ട് എല്ലാം നിർത്തിവെക്കുക ആയിട്ടില്ല സഹോദരന്മാരെ. റമളാനിൽ ഏത് റബ്ബുരെ ആരാധിച്ചിട്ടുള്ള അതേ റബ്ബായിട്ട് ശവ്വാലും ഉള്ളത്. റമളാനില് ജമാഅത്ത് നിസ്കാരം 5 വക്ത് നിസ്കാരം ആ 5 വക്ത് നിസ്കാരം റമളാന് കഴിഞ്ഞെങ്കിലും അതിവിടെ നടന്നുകൊണ്ടുണ്ടു. അതെല്ലാത്തും പല്ലിക ബണ്ടത് ഞങ്ങളെ മേലുള്ള നിർബന്ധമായി തിക്കറ്. പ്രത്യേകമായിട്ട് സുബൈറെ ജമാഅത്ത് ഇപ്പൊ ആൽമാരെ കാണുകയില്ല അല്ലെ. നോമ്പുറ സമയത്തിൽ സുബൈഗ് പള്ളി ഫുള്ളായി ഉണ്ടിന്ത് അല്ലെ. സുബൈഗും മഗ്രിബുകളെല്ലാം നല്ല ഫുള്ളായിട്ട് പള്ളിയിൽ സാധാരണ എപ്പോഴും നിസ്കരിക്കൂ പണ്ടതായ ആൽമാർക്ക് പോലും നിസ്കരിക്കൂ സ്ഥലമില്ലാത്ത ജാഗയില്ലാത്ത കിട്ടിയിട്ടില്ലാത്ത അത്രയും നിറഞ്ഞതായ ആ റമളാന്റെ പുണ്യദിനത്തിൽ റമളാന് കഴിഞ്ഞതോട് കൂടിയിട്ട് അതാ പള്ളിയിൽ ആളില്ലാണ്ടായി പോയിട്ട് മഗ്രിബുമില്ല ഫജ്റിഗന്തും ഇല്ല സുബൈഗ് എനിക്കിരതായ ആ ഒരു ശീല അതെല്ലാം നിർത്തിപ്പോയാറ്. അങ്ങനെ ആവുക തീര അല്ലാഹുവേ ഓർത്തുത്തു
ആ പരലോകത്തെ ഓർത്തുത്തു ശക്തമായ ചൂടുಲು നിക്കകൊണ്ടല്ലേ ചെല്ലതായി ആ ഒരു പേടി ഞങ്ങളെ മനസ്സിൽ വന്ന് ജമാഅത്ത് നിസ്കാരത്തുക്ക് ഞങ്ങൾ പറഞ്ഞു എല്ലാ സുബൈയാവട്ട് ഫജ്റാവട്ട് ളുഹറാവട്ട് ആ നിസ്കാരത്തുക്ക് ബണ്ടത് ഞങ്ങളെ മേലുള്ള ബാധ്യത ആയിത്തിക്കറ് നാളെ പരലോകത്ത് രക്ഷ വേണോണ്ടായെങ്കിൽ ആ വിഭാഗത്തിൽ തണൽ കിട്ടതായ വിഭാഗത്തിൽ ആയിത്തീരണോണ്ടായെങ്കിൽ ജമാഅത്ത് നിസ്കാരം വേണം നമുക്ക് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ല അല്ലാഹുവിന്റെ ഇബാദത്തിൽ വളർന്നതായ ഒരു യുവാവ് അതുപോലെ മൂന്നാമതായിട്ട് പടിവാട്ടി തന്ന് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടതായ ആൽമാറായി തിക്കറ് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ് അല്ലേ പള്ളിയുമായിട്ട് ബന്ധമുള്ളതായ ഒട്ടിച്ചേർന്നതായ ഒരു റജുൽ ഒരു ആള് അല്ലെ പള്ളിയുടെ വിഷയത്തിൽ എപ്പോഴും ജാഗ്രത കാട്ടിയിട്ടുള്ളതായി അവിടെ ഉള്ളതായ ಹೊಣಗಾರೆ വഹിച്ചുകൊണ്ടുള്ളതായി പള്ളിയിൽ എല്ലാ നാളും ಬಂತು കുത്തിരിക്കണോണ്ടല്ല പള്ളിയിൽ വെച്ചിട്ട് എല്ലാ നാളും നിസ്കരിച്ചോണ്ടിരിക്കണോണ്ടല്ല അല്ലെങ്കിൽ ദിക്റാക്കിക്കൊണ്ടിരിക്കണോണ്ടല്ല ഓതിക്കൊണ്ടിരിക്കണോണ്ടല്ല ಅದರ ಅರ್ಥ പള്ളിയുടെ വിഷയത്തിൽ എപ്പോഴും ശബ്ദമുള്ളതായ ഒരു വ്യക്തി മനസ്സിൽ അവർ ഓടെ പോയി തിന്നെങ്കിലും അവന് കച്ചവടാക്കി തിന്നെങ്കിലും അവർ തിന്നെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ടൂർ പോയി തിന്നെങ്കിലും ഞങ്ങളെ പള്ളിയുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് പള്ളിയുടെ വിഷയത്തിൽ ഒണകാരിക്ക വഹിക്കുന്നതായ ആൽമാർക്ക് അങ്ക് നാളെ പരലോകത്ത് തണലുണ്ട് മനസ്സിലാക്കണോ ജമാഅത്ത് നിസ്കാരാകുമ്പത്തുകു അങ്ങനെ കച്ചവടാവട്ടെ അങ്ങനെ സ്വറാവട്ടെ അതെല്ലാം വിട്ടുത്തു ഓടി ബണ്ടതായ ആൽമാർ വിശുദ്ധ ഖുർആനക്ക് പ്രത്യേകമായിട്ട് പ്രശംസ നൽകിയിട്ടുണ്ട് റിജാലുൽ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാ വഈതാഇസ് സകാ യഖാഫൂന യൗമൻ തതകല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ നല്ല ഭയാനകമായിട്ടുള്ള ഒരു നാല് വര കൊണ്ട് ചെന്ന് പേടിച്ചതായ ആൽമാർ അങ്ക് കച്ചവട പ്രശ്നമല്ല അങ്ങനെ ജോലി പ്രശ്നമല്ല അങ്ക് ജമാഅത്ത് സമയാമ്പത്തുകു അങ്ങ് ഓടി ಬಂಡಾರು ವಿಲ್ಯಾಸರೆ നല്ല കച്ചവടത്ര ടൈം ആമത്തുകു ನಂಗ ಬಂದಾಕಿತ್ತು ಬಂಡ 12 ಗಂಟೆ ಆಮತ್ತುಗು ಬಂದಾಕರನಂಗ ಎಂದಗು ನಾಳೆ ಪರಲೋಕತ್ತು ಆ ಭಯಾನಕമായിട്ടുള്ള ലോകത്ത് നിക്കകൊണ്ടു ചെല്ലതായ പേടികൊണ്ടുത്തു വിജയിക്കണോ ചെല്ലതായ ഉദ്ദേശം കൊണ്ട് താഴ്ത്തിക്കറ് ഞങ്ങൾ ഓടി വന്നിട്ടുള്ളേ അപ്പൊ അങ്ങനെ ഉള്ളതായ വിഭാഗത്തിൽപ്പെട്ടതായ ആൽമാർ അങ്ക് അർശരെ തണലുണ്ടു റജുലാനി തഹബ്ബ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി അല്ലാഹുവിനെ ബേനായിട്ട് സ്നേഹിക്കുന്നതായ പിരിസപ്പെടുന്നതായ എൻ്റെ സഹോദരന്മാർ അല്ലാഹുവിനെ ബേനായിട്ട് പിരിഞ്ഞു പോണ്ടതായ രണ്ട് സഹോദരന്മാർ അതുപോലെ മനസ്സിലാക്കുള്ളത് ورجل دعته امرأة ذات منصب وجمال فقال إني أخاف الله ഞാൻ അല്ലാഹുവെ ഭയപ്പെടുറേച്ചന്ത് അല്ലെ വ്യഭിചാരത്തുക്ക് ആരെങ്കിലും വിളിച്ചെങ്കിൽ ഒരു സ്ത്രീ വ്യഭിചാരത്തുക്ക് വിളിക്കാറ് സുന്ദരിയായിട്ടുള്ളേ അല്ല കുലമഹിമ ഉള്ളതായ തറവാടിത്തുള്ളതായ ഒരു പെണ്ണ് വിളിച്ചുണ്ടായെങ്കിൽ ഇന്നി അഖാഫുല്ലാഹ് ഞാൻ അല്ലാഹുവെ ഭയപ്പെടുറേച്ചന്ത് പിന്മാറുകു ആർക്ക് സാധ്യാവുರು റമളാന്റെ ನಾಲ್ಕು ಸಾಧ್ಯ ಆಯ್ತಂತ ತಿನ್ಮ ಕಾಣುಮೊತ್ತುಗು ತೋನಿವಾಸ ಕಾಣುಮೊತ್ತುಗು ಇನ್ನೀ ಸ್ವಾಯಿಂ ನಾನೊರು ನೋಂಬುಗಾರ ಚಂತನಂಗ ಪಿನ್ಮಾರಿ ಉಂಟಿಂದ ರಮಲಾನ್ ಕಲ್ಯಂಟಾಯೆങ്കിലും ಅದಕ್ಕೆ ನಂಗೆ ಸಾಧ್ಯ ಅವನು ಪಾಡಿಲ್ಲ ನಂಗೆ ഒരു കത്തുകും നക്കങ്ങൻതുള്ളേ ആ ഒരു മോശപ്പെട്ടതായ പ്രവർത്തനത്തു പോകൂ നണ്ടകൊണ്ടു സാധ്യാവില്ല ചെല്ലതായ ആ ഒരു തീരുമാന ഉറച്ച തീരുമാന ഉണ്ടാവൂ ആർക്കും സാധ്യാവൂ ഇന്നി അഖാഫുല്ലാഹ് ഞാൻ അല്ലാഹുവെ ഭയപ്പെടുറേച്ചന്തു പിന്മാറിയവണുകു നാളെ പരലോകത്തിൽ തണലുണ്ടു നല്ല സുഖമുണ്ടോ അവിടെ കിട്ടുറേച്ചന്ത് അല്ലാഹുവെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടിത്തണ്ട് അപ്പൊ ഇതായി തിക്കറ് മനസ്സിലാക്കുള്ളത് അവസാനമായിട്ട് അല്ലാഹുവെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലി വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു അല്ലാഹുവെ മാർഗ്ഗത്തിൽ സ്വതക്കാക്കുന്നതായ ആൽമാർ എങ്ങനെ സ്വതക്കാക്കറ് എങ്ങനെ ദാനധർമാക്കറാണ് വലത്തെ കൈ കൊടുത്തത് ഇടത്തെ കൈ ബുന്തായിട്ടില്ല അത്ര രഹസ്യമായിട്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവാക്കിയതായ ആൽമാർ അല്ലേ അങ്ങനെ ചെലവാക്കുമ്പോഴത്തേക്കു അവന് ഈ ഇഖ്ലാസ് കൂടു പണ്ഡിതന്മാർ പടിപാട്ടി തണ്ടാർ സ്വതഖത്തു സിർരി തുത്ഫി ഗലബർ റബ്ബ് ലിഅന്ന ഇഖ്ഫാഅഹ അഖ്റബു ഇലൽ ഇഖ്ലാസ് അല്ലേ പരസ്യമായിട്ട് അല്ലാഹുവിന്റെ
മാർഗത്തിൽ ദാനാക്ക, ഓപ്പണായിട്ട് കൊടുക്ക, ആൽമാർ കണ്ടെങ്കിലും കൊടുക്ക. പക്ഷേ രഹസ്യമായിട്ട് കൊടുക്കുമ്പോഴത്തേക്കു അതിൽ ഇഖ്ലാസ് യാറുണ്ടു. അത് റമദാനിൽ മാത്രമല്ല, റമദാനോട് കൂടിയിട്ട് എല്ലാ ദാനധർമ്മല്ല തീന്ത് ഇനി കൊടുക്കുകയില്ല, ഇനി അള്ളാഹുടെ പള്ളിക്കും ഞങ്ങൾ കൊടുക്കില്ല, എന്തും കൊടുക്കില്ല. ആ ഒരു തീരുമാനത്തിൽ എത്തുകൂ തീറ. റമദാന് കഴിഞ്ഞിട്ടായെങ്കിലും ദാനധർമ്മം ഉണ്ട്, സ്വതക്കുണ്ട്, എല്ലാ ഇബാദത്തും റമദാന് കഴിഞ്ഞെങ്കിലും ഉണ്ട്. അങ്ങനെ രഹസ്യമായിട്ട് അള്ളാഹുടെ മാർഗത്തിൽ ചെലവാക്കുന്നതായ ആൽമാർ അങ്ക് പരലോകത്ത് തണലുണ്ടു. അവസാനമായിട്ട് വറജുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാഹു, അല്ലാഹുരെ ഓർത്തുത്തു കരയിരതായ അടിമമാർ ആറുള്ളാറ്, അല്ലാഹുരെ ഓർത്തുത്തു നെൻപാക്കിത്ത് കരഞ്ഞതായ, പരലോകത്തെ ഓർത്തുത്തു കരഞ്ഞതായ ആരെങ്കിലും ഇന്നുണ്ടായെങ്കിൽ അല്ലേ, അവനുകു നാളെ പരലോകത്തിൽ ആ മഹ്ശറാ ലോകത്ത് കഠിനമായ ശക്തമായ ചൂടുണ്ടാവുമ്പത്തുകു അല്ലാഹു സുബ്ഹാനഹു തആല അർശരെ തണലിട്ട് കൊടുക്കുകയാണ്. ഈ 7 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുകൂ ഞങ്ങൾ ശ്രദ്ധിക്കണോ. അങ്ങനെ ഉണ്ടായെങ്കിൽ ആ ശക്തമായ ചൂടിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ ലഭിക്കൂ. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുകൂ. അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവരെ സൂക്ഷിച്ച് ജീവിക്കണോ ചെന്ത് ഇതിനൊക്കെ നിങ്ങളൊട്ടിക്കനാണോ വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള. രണ്ട് മൂന്ന് കാര്യ നിങ്ങളൊಟ್ಟಿಗೆ ചെല്ലുക ഉദ്ദേശിക്കറ. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾക്കെല്ലാവർക്കും ഗൊന്തുണ്ടു. ഞങ്ങളെ ഈ രാജ്യത്ത് എലക്ഷനായി തിക്കറ് നടക്കുന്നുണ്ടെന്ന് വിശ്വാസിമാർ ഉറക്കത്തുകും അതിരെ നിസ്സാരമായിട്ട് കാണുകത്തീര. ആറുകല്ല വോട്ടു ഉണ്ടു, അത് എത്ര ദൂരെ ഇന്നെങ്കിലും അങ്ങനെ ബർബാട്ടതും വോട്ടിടുപാട്ടതും ഞങ്ങളെ ഒരു ബാധ്യതയായി തിക്കറ്. ഞങ്ങൾ എത്ര ശ്രമിക്കറ ചെന്ത് അല്ലാഹു സുബ്ഹാനഹു തആല നോക്കിക്കൊണ്ടുള്ള ഞങ്ങളെ ഭാഗത്തിൽ ഒരു പരിശ്രമം വേണം. അധികാര കൊടുക്കുറവനും വിജയിപ്പിக்கிறവനും അതിലെ എല്ലാ ഉത്തരവാദിത്ത അള്ളാഹു ഏറ്റെടുത്തറാണ് അല്ലേ. അള്ളാഹു ഉദ്ദേശിക്കുന്നതായ ആൽമാർക്ക് അവനു അധികാര കൊടുക്കറാണ്. ഞങ്ങളെ ഭാഗത്ത് ഒരു പരിശ്രമം വേണോ. ഞങ്ങളെ ഭാഗത്ത് പരിശ്രമം ഇല്ലണ്ടായെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല വിചാരിക്കുവാൻ ചെറിയ കുറേ നാൾ കഷ്ടപ്പെടട്ടും ബുദ്ധിമുട്ടുണ്ടാവട്ടെ ചെന്ന് അള്ളാഹു വിചാരിച്ചിട്ടായെങ്കിൽ ഞങ്ങൾ വലിയ കഷ്ടപ്പാടിലായി തിക്കുക. അതുകൊണ്ടൊത്തു ഞങ്ങളെ ഭാഗത്ത് എത്രമാത്രം ഞങ്ങൾക്ക് ശ്രദ്ധിക്കുക സാധ്യാവൂർ, പ്രവർത്തിക്കുക സാധ്യാവൂർ, അതെല്ലാം ഈ കാലഘട്ടത്തിൽ ഇവർ വാറവില്ലേനി ഞങ്ങൾക്ക് എത്ര സാധ്യാവൂർ. അതുകൊണ്ടൊത്തു ഞങ്ങൾ ഒർക്കത്തും നിസ്സാരമായിട്ട് കാണുക തീര. ഞങ്ങൾക്കൊരു സമാധാനമുള്ളതായി നല്ല ഒരു ഭരണ ഈ രാജ്യത്ത് ഉണ്ടാവണോ. ആൽമാർക്ക് ഉപകാരം ഉണ്ടാവുന്നതായി, ഇസ്ലാം അനുസരിച്ചിട്ട് ജീവിക്കുന്നതായി, ഞങ്ങളെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നതായി ഒരു ഭരണാധികാരി എല്ലാവർക്കും നല്ല രൂപത്തിൽ സാഹോദര്യ ബന്ധത്തിൽ മുന്നൽക്കൊണ്ടതായ ഒരു ഭരണ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഉണ്ടാവണം. അതുകൊണ്ടൊത്തു അത്തരത്തിലുള്ളതായ പാർട്ടിക്ക് ഞങ്ങൾ വോട്ടിടണം. ഞങ്ങളെ വോട്ടു മുസ്ലിം സമുദായത്തിലെ വോട്ടെല്ലാം അങ്ങനെ എത്തിക്കർ ഭിന്നിച്ചു പോകേണ്ടത്. കൊറിയാൽമാർ വോട്ടേ ഇടില്ല. നണ്ട ഒരു വോട്ട് കൊണ്ടൊത്തു ചെറിയ പെണ്ണിങ്ങമാർ അങ്ങനെ എത്തിക്കർ വയസ്സായ ആൾ നണ്ട ഒരു വോട്ട് കൊണ്ടൊത്തു അല്ലേ. ഏതെങ്കിലും ഒരു 10 കിലോമീറ്റർ ഒരു 20 കിലോമീറ്റർ ദൂരമായിക്കോ ഞാൻ അവിടേക്ക് പോയിട്ട് എന്ത് വോട്ടിടും. നണ്ട വോട്ട് കൊണ്ടൊത്തു എന്തിനാവൂ ഒന്നും ആകു പോണില്ല ചെന്ന് വിചാരിക്കുന്നതായ പല ആൾമാറാണ്. മനസ്സിലാക്കും അത് അമൂല്യമായി തിക്കറ്. ഞങ്ങളെ ഒരു വോട്ട് കൊണ്ടൊത്തു ഒരു കുറോടി ഒരു കൊറത്ത കൊണ്ടൊത്തു
അല്ലെ എതിർഭാഗത്തുള്ള ആൾമാർക്ക് ഭൂരിപക്ഷവർഗു സാധ്യത ഉണ്ടു. അതുകൊണ്ടു മുസ്ലിം സമുദായത്തിലെ വോട്ട് വർക്കത്തും നഷ്ടപ്പെടുക തീരാ. പിന്നെ വെള്ളിയാഴ്ച മനസ്സിലാക്കണം, വെള്ളിയാഴ്ച 2 ജുമാത്തുകളിൽ പോകുന്നുണ്ട്. അതുകൊണ്ടു യാത്രാക്കുക അതെല്ലാം ന്യായീകരണം ഉണ്ടാവുക തീരും. ಅದರ മുന്നലേ ഒരു നാൾ മുന്നൽ പോയിത്തെങ്കിലും നിണ്ടെത്ത് അല്ലെങ്കിൽ യാത്രക്കാരനതൊരു ഇളവുണ്ട്, അല്ലെ ജമ്മാക്ക അല്ലെങ്കിൽ കസറാക്ക, അങ്ങനെയുള്ള ഒരു സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ടൊത്തു വർക്കത്തുകും ഞങ്ങളെ വോട്ടു നഷ്ടപ്പെടുത്തുക തീരാ. അതുകൊള്ളേ കഠിനമായ ശ്രമവും ഞങ്ങൾക്ക് വേണു, അല്ലേ? ഞങ്ങളെ വോട്ടു മുസ്ലിം സമുദായത്തിൽ വോട്ടു ഭിന്നിക്കുകയും തീരാ. അവിടെ ഇവിടെ എല്ലാം ഇട്ടത്ത് കണ്ടേ പാർട്ടിക്കും അല്ലെ സ്വതന്ത്രനായ ആൾമാർക്കും അങ്കും ഇങ്കുമെല്ലാം ഇട്ടത്ത് പാതിയുടെ അങ്ങനെ ആവുകത്തില്ല. എല്ലാവർക്കും ഒരുമിച്ചത്ത് ഒരു പാർട്ടിക്ക് വിജയിക്കുന്ന പാർട്ടി ഏതുണ്ട് അതുക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കണം. അത് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള പാർട്ടിയുടെ വിഷയിച്ചതാണ്. വിജയിക്കുക സാധ്യതയുള്ളതായ പാർട്ടി ഏതുണ്ട്, മുസ്ലിമീങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കുന്നതായ പാർട്ടി ഏതുണ്ട് അതുക്ക് ഞങ്ങൾ കൊടുക്കണോ, അതുക്ക് ഞങ്ങൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ റായത്തെയും അല്ലാഹു സുബ്ഹാനഹു വതആല കത്തു സലാമത്താക്കട്ടും. അതുപോലെ രണ്ടാമതായിട്ടുള്ള വിഷയിച്ചുള്ള കഴിഞ്ഞ ഖുതുബത്തിൽ നിങ്ങൾക്ക് സൂചന തന്നത് ഞങ്ങളെ മദ്രസയുടെ കലക്ഷൻ, മദ്രസയിൽ സൗകര്യമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുണ്ട്. ചമ്മ മക്ക അഡ്മിഷൻ ಬಂಡಾರ ಹಿಂಗೆ ಅಡ್ಮಿಷನ್ ನಂಗೆ ಕೆಡಕೂ ಸಾಧ್ಯ ಆವಿಲ್ಲ. ಅಲ್ಲಿ 30-40-50 ಮಕ್ಕತ್ತೋಲ್ಲ ಅಡ್ಮಿಷನ್ ಬಂಡಾರ ಆಯೆങ്കിലും ഞങ്ങൾ തെരവ് കടത്തറ് ദിക്കുകളിൽ ജാഗയില്ല, സൗകര്യമില്ല. അതുകൊണ്ടൊത്തു അവിടെ ഏതെങ്കിലും മൂലയിൽ ജാഗ എന്തെങ്കിലും അവിടെ എല്ലാം വിദ്യപ്പാട്ടി എത്ത് മദ്രസ പടിപാട്ടി ഉണ്ടുള്ള അതുകൊണ്ട് കഷ്ടത്തിലായി തിക്കറ്. അതുകൊണ്ടൊത്തു ഞങ്ങൾക്ക് സൗകര്യം വേണം. കഴിഞ്ഞ ഖുതുബത്തിൽ ചെന്ന പോലെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ജാഗ അത് ಸೇಲ್ಗೆ വെച്ചിട്ടുണ്ട്, അഡ്വാൻസ് എല്ലാം ಹಾಕಿರಾರೆ. ಅದರ ಪಾದಿ ಪೈಸತ್ತೋಲ್ಲ കിട്ടിർ, ഇനിയും പാതി ബാക്കിയുണ്ട് കൊടുക്കുക. ಅದರ സമയമായി ഉണ്ടു ಬಂದರು. അതുകൊണ്ടൊത്തു ഞങ്ങളെ കൊണ്ടൊത്തു എത്ര സാധ്യമാവും ഒരു സ്ക്വയർ ഫീറ്റ് ആയെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് 2 ആവട്ടെ 5 ആവട്ടെ ഒരു സെൻസ് ആവട്ടെ എത്രയാവും ഞങ്ങളെ മുട്ടത്തുള്ള ഞങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും കൊടുക്കുക സാധ്യത ഉള്ളതായി ആൽമാറൊട്ടിക്ക് പോയിത്ത് അത് എടുപാട്ടതും അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രതിഫലമായി തിക്കർ. ഞങ്ങളെ കൊണ്ടൊത്തു ഒരാൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നൻ്റെ പൽക്ക കൊണ്ടൊത്തു നൻ്റെ നാവ് കൊണ്ടൊത്തു ഒരാൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് കൂലിയായി തിക്കർ. ഞങ്ങളെ കൊണ്ടൊത്തല്ലേ അവന് കൊടുത്തത്. അതുകൊണ്ടൊത്തു അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായിട്ടുള്ള കൂലി തണ്ട. മാത്രവുമല്ല അത് സ്വതക്കത്തിനും ജാരിയായി തിക്കർ വർക്കത്തും നഷ്ടപ്പെട്ടു പോണ്ടില്ല. കാലാകാലായിട്ടും മരിച്ചെങ്കിലും ഞങ്ങൾക്കതൊരു കൂലി കിട്ടുന്നതായ ഒരു വലിയ ഒരു പ്രവർത്തനമായി തിക്കർ. പരലോകത്ത് വലിയ പുണ്യമുള്ളതായ ഒരു സെൻസ്, ഒരു ചെറിയ ഒരു സ്റ്റെപ്പ് പല്ലിക്ക് കൊടുക്കറ്, പല്ലി കെട്ടുപാട്ടറ് ജാഗരെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു പക്ഷി നിൽക്കറെ ജാഗ കൊടുത്തെങ്കിലും കൂലിയുണ്ട്. അത്രയും നാളെ പരലോകത്ത് ഞങ്ങൾക്ക് പുണ്യമുള്ളതായ ഒരു പ്രതിഫലമുള്ളതായ ഒരു കാര്യമായി തിക്കർ. അതുകൊണ്ടെത്തു ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എത്ര കൊടുക്കുക സാധ്യമാവും നിങ്ങൾ ഏൽപ്പിക്കണം. ഒരു സ്ക്വയർ ഫീറ്റ് ആയെങ്കിൽ കുറേ ഒരു 1000 രൂപ പോലും ഇല്ല ഒരു സ്ക്വയർ ഫീറ്റ് അത്രയില്ല. അപ്പോൾ എൻ്റെ കൊണ്ടത്ത് ഒരു സ്ക്വയർ ഫീറ്റ് ആവും, അല്ലെങ്കിൽ ഒരു 10 ആവും, അല്ലെങ്കിൽ ഒരു സെൻസ് ഞാൻ കൊടുക്കറേ, ഒരു 1/2 സെൻറ്റ് ഞാൻ കൊടുക്കറേ. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തണം. ഉള്ള ആൾമാർ കൊടുക്കുക ശ്രദ്ധിക്കണം. കൊടുത്തതായ അള്ളാഹുരെ മാർഗത്തിൽ കൊടുത്തതായ ഒരു പണവും അത് നഷ്ടമായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അത് ഇരട്ടിയായിട്ട് തണ്ടാച്ചന്ത് അള്ളാഹുരെ വാഗ്ദാനമായി തിക്കർ. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ മൂന്നാമതായിട്ട് മനസ്സിലാക്കുമല്ലോ നിങ്ങളെ കോളേജിലെ വിഷയം തിക്കർ. ദാറുൽ ഖൈർ അറബി കോളേജ് ഉണ്ട്. അതുപോലെ ദാറുൽ ഉലൂം പെൺമക്കൾക്ക് ദാറുൽ ഉലൂം ಕಾಲೇಜ್ ಉಂಟು ತಲಪಾಡಿಯಲ್ಲಿ ಬೆಚ್ಚಿತ್ತು. ಅಪ್ಪ ಇದಕ್ಕೆ ಆರ್ಗಲ್ಲ ചേർപാട്ടൊക്കെ സാധ്യമാവൂ. ಅಲ್ಲಿ നല്ല ഒരു സ്ഥാപനമായി തിക്കറ്. ബുദ്ധിമുട്ടുള്ള ആൾമാർക്കും അങ്കും അഡ്മിഷനാക്ക നല്ല പഠിക്കുക താല്പര്യമുള്ളതായ ഹോസ്റ്റലിൽ വെച്ചിട്ട് അവിടെ നിണ്ടെത്ത് പഠിക്കുക താല്പര്യപ്പെടുന്നതായി പണമില്ലെങ്കിലും അല്ലെ നല്ല പഠിക്കുന്നതായ വിദ്യാർത്ഥി നിങ്ങൾ എനിക്കെല്ലാം സൗകര്യമാക്കി കൊടുക്കാറ്. അതുകൊണ്ടെത്തു അതിലെ അഡ്മിഷൻ ആരംഭിച്ച് ആർക്കെങ്കിലും അഡ്മിഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിൽ ഓഫീസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങാക്കിപ്പോയതായ മുഴുവൻ ദോഷത്തെ റബ്ബ് സുബ്ഹാനഹു വതആല പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. നല്ല ഒരു ഭരണ അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് ഉണ്ടാക്കി തരട്ടെ.
ഞങ്ങൾ എന്ത് മരിച്ചു പോയതായ ഞങ്ങളെ അപ്പൂമ്മ, ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളെ നിരക്കറങ്ങ, ഞങ്ങളെ സംഘടനാ പ്രവർത്തകന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളിലെത്തി എത്രയോ ആൽമാർ രോഗം കൊണ്ട് കഷ്ടപ്പെടാറ് പ്രാർത്ഥിക്കുക വസിയത്താക്കിയതായ ആൽമാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ എല്ലാ രോഗത്തെ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായി തൊല്ലെ രോഗത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقيم الصلاة.